ഹലോ. നമുക്ക് ഈ ഒരു ദിവസം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു കട്ടൻ ഇട്ടു, രാവിലെ ചോറിന് വെള്ളം വെച്ചു. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് അല്ലറ ചില്ലറ ചെയ്ത് മോര് കാച്ചി വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക ഉലത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ആട്ടോ. ഇനി നമുക്കൊരു പാവയ്ക്കാത്തോരൻ വെക്കണം. നമ്മൾ ചട്ടി ചൂടായി വന്നപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇതെല്ലാം കടുകൊക്കെ പൊട്ടി മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിത് പാവയ്ക്ക ഇട്ട് വെക്കുന്നുണ്ട്. അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതെല്ലാം ഉണ്ടാക്കണം രാവിലെ തന്നെ. പിന്നെ ഇത് പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും സബോളയെല്ലാം ഇട്ട് വെച്ച് എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി ഉണ്ട്. മീൻകറി നമ്മൾ ഇന്നലെ രാത്രി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് രാവിലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ കിട്ടിയാണ്, കുറച്ച് പച്ച ചെമ്മീൻ ഉണ്ടായിരുന്നു. അതൊന്ന് റോസ്റ്റ് പോലെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണക്കച്ചെമ്മീനാണേ. ഉണക്കച്ചെമ്മീൻ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, നല്ല പച്ചമാങ്ങ കിട്ടിയായിരുന്നു. എന്നാൽ പിന്നെ അത് ഇച്ചിരി ചമ്മന്തി പോലെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അതുകൊണ്ട് പണികളെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളപ്പണിയെല്ലാം രാവിലെ തന്നെ തീർത്തു. ഇനി ബാക്കി നമുക്ക് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളൂ. ഇത് ചമ്മന്തി, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഇതെന്താ, ഇത് പാവയ്ക്കാത്തോരൻ, ഇത് കുമ്പളങ്ങ മോരും കൂടെ കാച്ചിയതാണേ, അതുണ്ട്. പിന്നെ ഇത് വെണ്ടയ്ക്ക ഉലത്തിയത്. പിന്നെ ഇനി ഒരു പപ്പടം കൂടെ കാച്ചാനുണ്ട്, അത് കഴിക്കാറാകുമ്പോഴത്തേനും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറമ്പിലേക്കൊന്ന് ഇറങ്ങി വന്നാൽ കേട്ടോ. ഇത് കുറച്ച് മരത്തൈയൊക്കെ, പ്ലാവും പേരയും റംബൂട്ടാൻ അങ്ങനെ എന്തൊക്കെയോ കുറേ തൈകളുണ്ട്. അമ്മ മേടിച്ചിട്ട് വന്നാണേ. കവുങ്ങുണ്ട്, തെങ്ങുണ്ട്. അങ്ങനെ ഇതെല്ലാം ഒന്ന് നോക്കി. ഇത് അമ്മ ഇവിടെ തെങ്ങിൻ തൈ നടാൻ വേണ്ടിയിട്ട് കുഴി എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ പറമ്പിപ്പണിയൊക്കെ വലിയ കാര്യമാണ്. എല്ലാ സാധനങ്ങളും പറമ്പിൽ നമുക്ക് സ്വന്തമായിട്ട് വേണം. നമ്മളിപ്പോൾ ഒരു പേരയ്ക്ക പൊട്ടിക്കാനാണെങ്കിലും നമ്മൾ വേറൊരിടത്ത് നിന്നൊരു പേരയ്ക്ക തരാമെന്ന് ചോദിക്കരുത്. ആ ഒരു ലൈനാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കണം, അങ്ങനൊരു ഇതുണ്ട്. അതുകൊണ്ട് എല്ലാം ചെയ്തു വെക്കും കേട്ടോ. പറമ്പിൽ എല്ലാ പണിയും ചെയ്തോളൂ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തിക്ക്. അപ്പോൾ ഇപ്പം തെങ്ങ് നടാനുള്ള പരിപാടിയാണ്. തെങ്ങിൻ തൈയൊക്കെ നട്ടു കേട്ടോ. തെങ്ങിൻ തൈ മാത്രമല്ല, 2 പ്ലാവുണ്ടായിരുന്നു, മാവിൻ്റെ തൈ ഉണ്ടായിരുന്നു, കവുങ്ങും തൈകളുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കപ്പ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ പറമ്പ് ഫുള്ളൊരു വനമാക്കാൻ, ഒരു ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞൊരു ഹരിത വനമാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അതെല്ലാം ചെയ്തു വെച്ചു. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ നട്ട് പറിച്ചെടുക്കുന്നതും ഒരു സുഖം തന്നെയാണല്ലോ. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി പറിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെണ്ടയ്ക്കയൊക്കെ മൂത്ത് നിൽപ്പുണ്ടായിരുന്നു. വെണ്ടയ്ക്കയും മുളകും പിന്നെ കുറച്ച് ചീരയൊക്കെ മുറിക്കാറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചെടുത്തു. പിന്നെ പറമ്പിൽ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതിന് ഇച്ചിരി പണികളൊക്കെ ഉണ്ടായി. വള്ളി കയറ്റി വിടാനും, പാവലൊക്കെ ഉണ്ട്, പാവലിന് വള്ളി കയറ്റി വിടാനും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ പറമ്പിൽ നടത്തി. വൈകുന്നേരം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പിന്നെ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാൽ.